ഇന്നത്തെ റെസിപ്പി ഒരു വെജിറ്റബിൾ പുലാവാണ്. അതിന് വേണ്ടുന്ന ചേരുവകൾ: 2 ഗ്ലാസ് സ്റ്റീം റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊന്നി റൈസ് എടുക്കാം. ഒരു പിടി പാതി വേവിച്ച പട്ടാണി, കുറച്ച് പുതിന, 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, സൺഫ്ലവർ ഓയിൽ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് തേങ്ങ, പട്ട, ഗ്രാമ്പൂ, കുരുമുളക്, വഴണയില, 2 ഏലക്ക, സബോള, 2 സബോള, 4 തക്കാളി, കുറച്ച് ബീൻസും ക്യാരറ്റും അരിഞ്ഞത്, നീളത്തിലരിഞ്ഞത്, പച്ചമുളകും വെളുത്തുള്ളി, ഇഞ്ചി, തേങ്ങയും ചതച്ചെടുക്കേണ്ട സാധനമാണ്. പുലാവ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. സ്റ്റൗ കത്തിച്ചു. ഒരു പരന്ന പാത്രത്തിൽ ഉണ്ടാക്കാം. ഞാനിപ്പോൾ കുക്കറാണ് എടുക്കുന്നത്. ഒരു 2 സ്പൂണ് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക. എണ്ണ ചൂടായി. ഒരു 2 വഴണയില ഇടുക. 2 പീസ് പട്ട, ഒരു 4 ഗ്രാമ്പു, 3 ഏലക്കായ, കുറച്ച് പെരുംജീരകം എല്ലാം കൂടെ ഒന്ന് ചതച്ച് എണ്ണയിലിട്ടിടുക. ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു 4 തണ്ട് പുതിനയുടെ സബോള അരിഞ്ഞത് എല്ലാം വഴന്ന് വന്നാൽ മതി. ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ചെറിയ ഒരു 4 തക്കാളി ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പിടുക. ആവശ്യത്തിന് ഉപ്പിടുക. തക്കാളി ഉള്ളിയെല്ലാം വഴന്നു വന്നിട്ടുണ്ട്. അരിഞ്ഞു വെച്ച ബീൻസും ക്യാരറ്റും, ഒരു പട്ടാണി, ഞാൻ പാതി വേവിച്ച പട്ടാണിയാണിത്. ബാക്കി അരിയുടെ കൂടെ വേവിച്ച എല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഇത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കൂടെ ചതച്ചതാണ്. അതും ഇതിലേക്ക് ചേർക്കുക. ചെറിയ ടേബിൾ സ്പൂണിൽ 2 സ്പൂൺ മല്ലി, 1 സ്പൂൺ മുളക് പൊടി. പച്ചമുളക് ഇട്ടത് കാരണം മുളക് പൊടി കുറച്ചിട്ടാൽ മതി. എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക. മല്ലിപ്പൊടിയെല്ലാം സെറ്റായതിനു ശേഷം ഒരു പൊടി ചതച്ച തേങ്ങ, ഒരു 2 സ്പൂൺ ഗരം മസാലപ്പൊടി ഇളക്കി യോജിപ്പിക്കുക. ഇതിൽ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, അങ്ങനെ 4 ഗ്ലാസ് വെള്ളം, പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്. തിളയ്ക്കാൻ വയ്ക്കുക. ഉപ്പെല്ലാം കറക്റ്റായിട്ടുണ്ടോയെന്ന് ചെക്ക് ചെയ്യണം. വെള്ളം തിളയ്ക്കട്ടെ. വെള്ളം നല്ലപോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. കഴുകി വെച്ച അരി ഇടുക. അരി ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഒരു മൂടി വെച്ച് അടച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൻ്റെ മൂടി ഉപയോഗിച്ച് ഒരു വിസിൽ അടുപ്പിക്കാം. ഞാനിവിടെ പ്ലെയിൻ മൂടിയാണ് ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും വെയിറ്റുള്ള ഒരു സാധനം മൂടിയുടെ മേൽ വെച്ച് കൊടുക്കുക. മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയില്ലെങ്കിൽ അടിപ്പിടിക്കുക. മൂടി വയ്ക്കുക. മൂടി തുറന്ന് നോക്കുക. വെള്ളമെല്ലാം വറ്റി സ്റ്റൗ ചെറുതാക്കുക. വെള്ളമെല്ലാം വറ്റി ചോറ് സെറ്റായിട്ടുണ്ട്. ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞു കൊടുക്കുക. അവസാനം ഒരു ചെറിയ സ്പൂൺ ഗരം മസാല, കുറച്ച് നെയ്യ്, രുചിക്ക് വേണ്ടി കുറച്ച് നെയ്യ് എന്നിട്ട് ഇളക്കി കൊടുക്കുക. പുലാവ് റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് റെസ്റ്റിൽ വയ്ക്കുക. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻ്റ് അറിയിക്കുക. താങ്ക് യു.